അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ അഭിവാദ്യങ്ങൾ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാ അമ്മാ ബഅദ് ഫഇന്നി ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഏറ്റവും ബഹുമാനാദരവുള്ള പ്രിയങ്കരനായ കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ, ബഹുമാനമുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി.ഡി. സതീശൻ, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തുന്ന കിരൺ പ്രകാശ്, പുസ്തക പരിചയം നടത്തുന്ന പ്രശാന്ത് MP, ദുആ കൊണ്ട് അനുഗ്രഹിച്ച കോഴിക്കോട് വലിയ ഖാദിയും മുഹമ്മദ് കോയ ജമൻബേരി തങ്ങൾ, സമസ്ത കേരള മന്ത്രി വി അബ്ദുറഹ്മാൻ സാഹിബ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന നേതാക്കന്മാർ, അതിൻ്റെ മുശാവറ അംഗങ്ങൾ, സംസ്ഥയുടെ പോഷക സംഘടനകളുടെ നേതാക്കന്മാർ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള സ്നേഹിതർ, ബഹുമാനമുള്ളവർ, വളരെ പ്രധാനപ്പെട്ട വളരെ പ്രൗഢമായ ഒരു ചടങ്ങിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. ആദ്യമായി കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം രണ്ടാളും തിരക്കിനിടയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി ഈ സമയം അനുവദിച്ചു വന്നു എന്നത് തന്നെ. പ്രതിപക്ഷ നേതാവ് ഇന്നലെ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. മുഖ്യമന്ത്രിയാണെങ്കിൽ അവർ പല ദിവസങ്ങളും ഇതിൻ്റെ മുമ്പ് പല ദിവസങ്ങളും പറഞ്ഞു എപ്പോഴും തിരക്കായതുകൊണ്ട് അവസാനം നമുക്ക് അനുവദിച്ചു തന്നാണെന്ന്. അപ്പോൾ അതുകൊണ്ട് രണ്ടാളോടും എല്ലാ നിലക്കുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ പുസ്തകം ഇവിടെ സംവിധാനം ചെയ്ത ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, അവർക്കും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആദ്യമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പരിചയപ്പെടാൻ ഉപകരിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഒരു ഗ്രന്ഥത്തിൽ കൂടി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന്. കാരണം എന്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങൾ എന്താണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം എന്താണെന്നുള്ളത് ഈ രാജ്യത്തുള്ള എല്ലാവരും മനസ്സിലാക്കിയതാണ്. വളരെ വിശുദ്ധമായ പ്രവർത്തനം നടത്തുന്ന, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏറ്റവും പ്രധാനമായി ആശയത്തിനും ആദർശത്തിനും മുൻഗണന കൊടുത്തുകൊണ്ടിട്ട് അതോടൊപ്പം രാജ്യത്തിൻ്റെ എല്ലാവിധ നന്മയ്ക്ക് വേണ്ടി അതിനുപകരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, അത് സാംസ്കാരിക മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും മറ്റുള്ള ഏത് മേഖലയിലും ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതേവരെ ഏതെങ്കിലും ഒരു വെട്ടിക്കേസ് പോലും എന്തെങ്കിലും ഒരു നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അതിനക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതുവരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ ഏതെങ്കിലും ഒരു കേസ് ഇവിടെ എവിടെയെങ്കിലും നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ തീവ്രവാദത്തിന് ആക്ഷേപിക്കപ്പെടുന്ന പല സംഘടനകളുണ്ട്, ഭീകരത കൊണ്ട് ആക്ഷേപിക്കപ്പെടുന്ന പല സംഘടനകളുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് വളരെ തുറന്നൊരു പുസ്തകമാണ്. തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, അതോടുകൂടി എല്ലാ നിലക്കുള്ള ഉടമ്പടികളും അത് പൂർണ്ണമായി പാലിച്ചുകൊണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അങ്ങനെയാണ് നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മദീനത്തുള്ള യഹൂദികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഉടമ്പടിയും ചെയ്തു. മക്കത്തുള്ള മുശ്രിക്കീങ്ങളോട് പല ഉടമ്പടിയും ചെയ്തു. ഈ ഉടമ്പടികളൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഈ മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഉള്ള രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ എല്ലാവരോടും പെരുമാറണം, അതിനൊക്കെയുള്ള ഒരു പ്രത്യേകമാവുന്ന ഒരു സംവിധാനമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ തമ്മത്ത് കലിമത്ത് റബ്ബിക സിദ്ഖൻ വഅദില എന്ന പൂർണ്ണമായ വചനങ്ങൾ
വളരെ നീതിപൂർവമായ വചനങ്ങൾ, വളരെ സത്യമായ വചനങ്ങൾ, ഇതാണ് ഇസ്ലാമിൻ്റെ വചനങ്ങൾ മുഴുവനും ഏത് പരിശോധിച്ച് നോക്കിയാൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തീവ്രവാദ പ്രചരണത്തിന് വേണ്ടിയോ അതിനൊന്നും അന്നൽക്കുള്ള ഇവിടെ ഏതെങ്കിലും മനുഷ്യരിടയിൽ എന്തെങ്കിലും നിലക്കുള്ളതായ അനൈക്യവും സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇന്നേ വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നുണ്ടായിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകളിൽ നിന്നുണ്ടായിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം 14ഓളം പോഷക സംഘടനകളുണ്ട്. ഈ ഓരോ പോഷക സംഘടനകൾക്കും 5, 6, 7 പോഷക സംഘടനകളുണ്ട്. ഇന്നൽക്ക് വളർന്ന് പന്തലിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു മതസംഘടന ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമായിരിക്കും, വേറെ ഒന്നുമല്ല. വേറെ ഒരു സംഘടന നമുക്ക് ഇവിടെ കാണിച്ചു തരാൻ നമുക്ക് സാധ്യമല്ല, നമ്മൾ നോക്കിയാൽ ഇവിടെ കാണുന്നതുമല്ല. കാരണം അത്രമാത്രം വിശാലമായ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളോടും അവരോടൊക്കെ നല്ല നിലക്കുള്ള ബന്ധങ്ങളായിരിക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്. അവരുടെ എല്ലാ നന്മകൾക്കും നമ്മളെപ്പോഴും പിന്തുണ കൊടുക്കും. അതോടൊപ്പം സാന്ദർഭികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നടത്താനുള്ളത് മദ്രസയുടെ സ്കൂളിൻ്റെ സമയം മാറ്റം, അതൊരു അരമണിക്കൂർ ജാസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കണ 12 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്. അപ്പോൾ അതനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്കറിയാം, അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ സംബന്ധിച്ചുള്ള ഒരു നിവേദനം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരി വിരുദ്ധ അതിനെതിരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല നിലക്കുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു 10 ലക്ഷം ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനവും ഒപ്പിട്ട ഒരു ഭീമ ഹർജി അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് നൽകുകയാണ്. മുഖ്യമന്ത്രിനോട് അതിന് സമ്മതം ചോദിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നമ്മൾ പിന്നെ അവഗണിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു ഭരണകൂടം മുന്നോട്ട് പോകരുത്, അത് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ നമ്മളൊന്നിനി വയ്യാലെ പിന്നാലെ പോകുന്ന ആളുകളല്ല. എന്തെങ്കിലും അത് തരി എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിനോടെ ചോദിച്ചാൽ എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെട്ടിട്ട് വ്യക്തിപരമായ ഒന്നും സമസ്തൻ്റെ ആരും മുഖ്യമന്ത്രിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല, മുൻകഴിഞ്ഞ മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ സാമൂഹ്യമായിട്ടോ അല്ലെങ്കിൽ നാട്ടിനൊക്കെ ഉണ്ടാകുന്ന പൊതുകാര്യങ്ങൾ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും, അതിപ്പോൾ അവരോട് ആവശ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ നമുക്ക് സംഘടന എന്നുള്ള നിലയ്ക്ക് കിട്ടേണ്ടതായ ചില സംഗതികൾ, ലഭിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏതെങ്കിലും സംഘടനകൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിട്ട് നമ്മൾ അവഗണിക്കുന്നതായ ഒരു പ്രവണത അതൊരിക്കലും ഉണ്ടാവാനും പാടില്ല എന്ന് പ്രത്യേകമായി സാന്ദർഭികമായി കൊണ്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ നമ്മളെ ആ ഒരു ദുഃഖം അത് ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടുത്തെ 95% മുസ്ലിങ്ങളും അണിനിരക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ വലുപ്പവും അതിൻ്റെ പ്രവർത്തന വിശാലതയൊക്കെ എല്ലാവരും മനസ്സിലാക്കി കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എല്ലാ നിലക്കുള്ളതായ സപ്പോർട്ടുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എല്ലാ നിലക്കുള്ള സഹായങ്ങളും ഗവൺമെൻറ്റിൽ നിന്നിട്ടും പ്രതിപക്ഷത്തിൽ നിന്നിട്ടൊക്കെ ഉണ്ടാവണമെന്ന് ഇവിടെ ഇരിക്കുന്ന ഈ 2 നേതാക്കന്മാരോടും പ്രത്യേകം ഉണർത്തിക്കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.